അപ്പൊ വിജയ് ഇന്നത്തെ വിജയ് ആവാനും പ്രധാനപ്പെട്ട സിനിമ പോക്കരി എന്നുള്ള സിനിമയാണ്. അതിലത്തെ ഓപ്പണിംഗ് സോങ് ആണ്. അതിന്റെ ആ കോസ്റ്റ്യൂംസ്, ഇപ്പം നവിന്റെ വോയിസ് പോലും വിജയുടെ അത്ര സിംഗാണ്. എത്രയോ ആക്ടിവിറ്റീസ് ചെയ്തിട്ടാ വിജയ് ആ പാട്ട് പാടുന്നത്, ഷൂട്ടൊക്കെ വെച്ച് ഇതൊക്കെ ചെയ്ത് കുറെ. പക്ഷെ അവിടെ കറക്റ്റ് സിങ്ക് ആണത്. ഇപ്പൊ ലാലേട്ടൻ പാടുമ്പോ എം ജി ശ്രീകുമാറിന് അത്രയും സിങ്ക് ആയിരുന്ന പോലെ പെർഫെക്റ്റ് സിങ്ക് ആണ് ആ പാട്ട്. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി കറക്റ്റ്. അത് ഇപ്പോഴും വന്നിട്ട് വിജയ് സാറിന്റെ ഫാൻസ് ഒത്തിരി പേരിനെ എനിക്കറിയാം കേട്ടോ. അപ്പൊ അവരൊക്കെ പറയും ഇപ്പോഴും വന്നിട്ട് പോക്കരി പൊങ്കൽ ആണ് ടോപ്പ്. ഇഫ് വിജയ് സാറിന്റെ ഓപ്പണിംഗ് സോങ് പറഞ്ഞ ആ ഡാൻസും ആ ലുക്കും ആ കോസ്റ്റ്യൂം ദ സോങ് ആസ് ഇറ്റ് ഒരു മേളാണ് ആക്ച്വലി. ഇറ്റ്സ് എ ഗ്രൂപ്പ്. അത് ബി ജി എം ആവട്ടെ, ബി ജി എം പ്രഭുദാസ് സാർ വന്നിട്ട് ചേർന്ന് ഡാൻസ് കളിക്കുന്ന അതൊക്കെ വന്നിട്ട് ഇറ്റ്സ് ഓൾവേസ് ഹൈലൈറ്റ് ഫോർ വിജയ് സാർ. എന്റെ ബെസ്റ്റ് ആണ് ആക്ച്വലി. പോക്കരി പൊങ്കൽ ഒന്ന് പാടാവോ? அடுங்கடா என்ன சுத்தி நான் ஐயனாரு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா வாய பொத்தி கடா வெட்டி பொங்க வச்சா காளியத்தா பொங்கலடா துள்ளிக்கிட்டு பொங்க வச்சா ஜல்லிக்கட்டு பொங்கலடா அடியும் உதையும் கலந்து வச்சு விடிய விடிய விருந்து வச்சா போக்கிரி பொங்கல் போக்கிரி பொங்கல் இடுப்பு எலும்பு ஒடிச்சு வச்சு அடுப்பில்லாம எரிய வச்சா போக்கிரி பொங்கல் போக்கிரி பொங்கൽ മാമേ. നിങ്ങള് തമിഴ് ഇത്ര നന്നായി പാടുമ്പോൾ നമ്മള് വിചാരിക്കും മലയാളത്തിലെ ഏറ്റവും വലിയ മ്യൂസിക് ഡയറക്ടറുടെ മകൻ, ആൾക്ക് മലയാളത്തിൽ മര്യാദയ്ക്ക് പാടാൻ പറ്റുന്നില്ല, പക്ഷെ തമിഴിന് ഇത്ര അടിപൊളിയായിട്ട് പാടുന്നു. ഇത് എപ്പോഴെങ്കിലും ഒരു മിസ്മാച്ച് ആയിട്ട് അല്ലെങ്കിൽ എന്താ ഇങ്ങനെയെന്നൊക്കെ ആളുകൾ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ ചെന്നൈയാണ്. ദാറ്റ് ഈസ് വൺ തിങ്, ബട്ട് ദാറ്റ് കനോട്ട് ബി ഗിവൻ ആസ് എ റീസൺ. ഐ നോ ദാറ്റ്. ബട്ട് വീട്ടിൽ ഞങ്ങൾ വന്നിട്ട് തമിഴെന്ന് സംസാരിച്ച അത് ഐ ഡോണ്ട് നോ വൈ. അച്ഛനെ അമ്മയെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മലയാളത്തിൽ സംസാരിക്കും. പക്ഷെ ബിക്കോസ് ഓൾ മൈ ഫ്രണ്ട്സ്, എനിക്ക് ഒത്തിരി എപ്പോഴും ഫ്രണ്ട്സ് ആണ്. സ്കൂൾ സമയത്തിലും കോളേജ് എല്ലാത്തിലും എപ്പോഴും ഞങ്ങളുടെ വീട്ടിലെ എന്റെ ഫ്രണ്ട്സ് എപ്പോഴും ഐ ഗിവ് പ്രോമിനന്റ് ആൻഡ് വീട്ടിലും ദേ കൺസിഡർ ദം. സോ അവരോട് സംസാരിക്കുമ്പോൾ ലൈക്ക് ദേ ടോക്ക് ഇൻ തമിഴ്. അങ്ങനെ വന്നിട്ട് ലൈക്ക് കൈൻഡ് ഓഫ് ഇറ്റ് ബിക്കേം ലൈക്ക് ദാറ്റ്. ഞങ്ങളെ കാണുമ്പോ പെട്ടെന്ന് എടാ അങ്ങ് പോയിട്ട് അതായത് പോയി വാങ്ങിട്ട് വന്നിട്ട് അപ്പോഴേ അമ്മയോട് സംസാരിക്കുമ്പോ ആ ശോഭേ നമുക്ക് അവിടെ പോയിട്ട് അങ്ങനെ ചെയ്യാം. ദാറ്റ് വാസ് സോ മച്ച് ദയർ ആക്ച്വലി. സോ അപ്പോഴും വന്നിട്ട് ഞാൻ ഒരു സിംഗർ ആണോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. സോ ഐ ഡിഡ്ന്റ് ടേക്ക് ഇറ്റ് ലൈക്ക് ഐ ഡിഡ്ന്റ് ഫോക്കസ് ഓൺ ദാറ്റ്. ഓ നമുക്ക് മലയാളം പഠിച്ചേ പറ്റൂ അങ്ങനെ ഒന്നുമില്ല. അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്കും തോന്നി. പിന്നെ നമുക്ക് പാടാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നമുക്ക് മലയാളം ആവുമ്പോ നമുക്ക് സംസാരിക്കണം. ഒത്തിരി ലാംഗ്വേജ് ഓൾ അബൌട്ട് ഹൗ മച്ച് യു ടോക്ക്. ഇറ്റ്സ് എ പ്രാക്ടീസ്. അതല്ലേ ലാംഗ്വേജ്. നമുക്ക് കുറച്ച് ഇപ്പം നമ്മൾ മദർ ടങ് ആയാലും നമുക്ക് ഒരു 5 വർഷം 6 വർഷം അത് സംസാരിക്കാതിരുന്ന യു വിൽ സ്റ്റാമർ ലൈക്ക് അറ്റ്ലീസ്റ്റ് ഫോർ ദ ബിഗിനിങ്. കുറച്ച് നമുക്ക് എന്താ എവിടെ ഇതൊക്കെ വരുന്നില്ലല്ലോ വായില്ല അങ്ങനെ തോന്നുന്നു. ഏത് ലാംഗ്വേജ് ആയാലും സെയിം. ഞാൻ സംസാരിക്കാൻ തമിഴ് വന്നിട്ട് നോബഡി തിങ്സ് ഐ എം എ മലയാളി. ഇവിടെ ഇൻഡസ്ട്രിയിൽ പോലും ഞാൻ മലയാളി എന്ന് പറഞ്ഞ വാട്ട് മലയാളിയോ അങ്ങനെ കേൾക്കുന്നില്ല. ബിക്കോസ് മലയാളി തമിഴ് സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു ചെറിയ മലയാളം ഇൻഫ്ലുവൻസ് വിൽ ബി ദർ. കേട്ടോണ്ട് തമിഴാക്കാൻ മനസ്സിലാവും അത് ഓ മലയാളിയാന്നല്ലേ പറഞ്ഞത്. പക്ഷെ മൈ തമിഴ് ഇസ് പക്ക ലോക്കൽ തമിഴ്. സോ അങ്ങനെ ആവുമ്പോ നമുക്ക് അതൊരു പ്രശ്നം ഇല്ലായിരുന്നു ടിൽ I took music and singing as my career. അങ്ങനെ ആവുമ്പോ അത് ഒരു ഭയങ്കര ഒരു വിഷമമാണ്. ബിക്കോസ് ഐ കുഡന്റ് സിംഗ് ഫോർ മൈ ഡാഡ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ലാംഗ്വേജ്. ബിക്കോസ് എനിക്ക് വന്നൊരു പ്രമദവനമോ അല്ലെങ്കിൽ ഹരിമർ അങ്ങനെ പാട്ടുണ്ടാ. അറ്റ്ലീസ്റ്റ് ഐ കുഡ് ഹാവ് സങ് സം അതർ ഈസി ആൻഡ് നൈസ് സോങ്സ്. എത്ര അച്ഛൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് സ്ലോ സോങ്സ്. ബട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ലാംഗ്വേജ് ക്രൈറ്റീരിയ ഐ കുഡന്റ് ഈവൻ try those kind of songs. പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമാണ്. ദാറ്റ് ഈസ് ഓൾവേസ് എ ബ്ലാക്ക് മാർക്ക്. ഐ ക്യാൻ നെവർ ഡു ദാറ്റ് അഗൈൻ റൈറ്റ്. അപ്പൊ അച്ഛന്റെ പാട്ട് വന്നിട്ട് അങ്ങനെ പാടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അത് അച്ഛന്റെ വന്നിട്ട് മലയാളത്തില് ഒറ്റൊരു പാട്ടേ പാടിയിട്ടുള്ളൂ. ഇറ്റ്സ് എ ഫാസ്റ്റ് നമ്പർ. അന്നൊക്കെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ് കേട്ടോ. ലൈക്ക് ന്യൂ ആണ്, ഫ്രഷ്. അപ്പൊ നമുക്ക് വന്നിട്ട് ഓക്കെ ട്രൈ ചെയ്യാൻ ചെയ്തതാ എന്റെ ഹൃദയത്തിന്റെ ഉടമ. സോ അതില് വന്നിട്ട് പ്രണയം, ഐ തിങ്ക് പ്രണയം വിരിയും അങ്ങനെ ഒരു പാട്ടായിരുന്നു. ഞാൻ അത് കേട്ടിട്ടില്ല കേട്ടോ. എന്തറിയോ നമുക്കത് മതിയായി. അപ്പോഴത് കേട്ടിട്ട്
നമ്മള് പാടിയപ്പോ ഒത്തിരി ഇത് വന്നു. അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴേ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. മാഗസിനിലൊക്കെ വന്നതുപോലെ നവീൻ മാതിന്റെ പാട്ടൊക്കെ കൊള്ളാം, പക്ഷെ അക്ഷരസ്ഫുടത ഒട്ടും ശരിയില്ല, പ്ലീസ് ഡോണ്ട് സ്പോയിൽ ദ സോങ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ എവിടേക്കോ കേട്ട്. അപ്പൊ അത് അങ്ങനെ മാറ്റി വെച്ച് ഓക്കെ നമുക്ക് അത് സെറ്റ് ആവത്തില്ല. പക്ഷെ എന്താ വെച്ചാല് ഞാൻ ഐ നോ ലൈക്ക് പീപ്പിൾ ലവ് ഡാഡ്. ഓക്കെ, അച്ഛനെ വന്നിട്ട് അത്ര ആരാധിക്കുന്ന ആൾക്കാരാണ്. അച്ഛന്റെ പാട്ടെടുത്ത് നമ്മൾ എന്ത് ചെയ്താലും അവന് ഒട്ടും അത് അംഗീകരിക്കാൻ ഒക്കാത്ത ഒരു സംഭവമാണ്. അതിൽ കുറച്ച് നമുക്ക് വല്ല പ്രശ്നം വന്നാലും ഇറ്റ്സ് മോർ ദാൻ ലാംഗ്വേജ്. അച്ഛന്റെ, അത് രവീന്ദ്രൻ മാഷിന്റെ മകൻ ഈ മലയാളം സംസാരിക്കാൻ പറ്റുന്നില്ല പറയുമ്പോൾ they couldn't accept it. അതാണ് ഫാക്ട്. ഇപ്പൊ നമുക്ക് എത്രയോ പേര് വന്നിട്ട് കുറച്ച് ശ്രീരാമാവട്ടെ അല്ലെങ്കിൽ ഉദിത് നാരായണാട്ടെ യുനോ ലൈക്ക്, സോ അവരുടെ പാട്ടൊക്കെ എന്ത് ചെല്ലമ്പല്ലിക്കാറ്റൊക്കെ പാടിയിട്ട് ലൈക്ക് ഇറ്റ് വാസ് ബീൻ സെലിബ്രേറ്റഡ്, യുനോ ലൈക്ക്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ജസ്റ്റ് അലോൺ ദ ലാംഗ്വേജ്. ഇറ്റ് ഈസ് രവീന്ദ്രൻ മാഷിന്റെ മകൻ വന്നിട്ട് ഹൗ ക്യാൻ ഹി ബി വിതൗട്ട് നോയിങ് ദ മലയാളം? അച്ഛനാവുമ്പോ അത്ര സ്ട്രോങ് ആയിരുന്നു മലയാളത്തിൽ വന്നിട്ട്. സോ പീപ്പിൾ കനോട്ട് അക്സെപ്റ്റ് ദാറ്റ്. അതാണ് ദ 100% ഫാക്ട്. I really feel so bad about it because it's my mistake. I should have done that. But one more thing is like ഞാൻ എപ്പോഴും ഫീൽ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ തെലുഗു, I don't know Telugu. I didn't have Telugu friends. I don't know anything about Telugu language. But I sung more than 300 songs in Telugu. For all the big composers, for all the big actors, Chiranjeevi irunnu, Mahesh Babu irunnu, everybody have sung. Allu Arjun, everybody have sung. Yes. How was that possible? So manasilayo, like so language is one thing. What the more you talk, as I said, Telugu people also like lyricists okay, അവർ പറഞ്ഞ they didn't even have to like correct my dictions. So much it got so fluent for me. Yes. പാടി 300 songs is not just a little thing. നമ്മൾ ഒന്നൊന്ന് പാടുമ്പോൾ ലൈക്ക് എനിക്ക് ഒരു വാക്കിന്റെ അടുത്തിലൊക്കെ പാട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ബട്ട് യു ആർ ലേണിംഗ് തിങ്സ്. ആക്ച്വലി ഡാഡി മമ്മി വീട്ടിലെ പാടിയതിന്റെ തെലുങ്ക് വേർഷൻ അല്ലേ ആദ്യം പാടുന്നത്? അതെ. ഡാഡി മമ്മിന്റെ വന്നിട്ട് ആക്കലിസ്തെ, ചിരഞ്ജീവി സാറിന്റെ ഭയങ്കര ഹിറ്റാണത്. അതും ആക്കലിസ്തിന്റെ, അതും പിന്നെ പോക്രി തെലുഗു, മൈ നെയിം ഇസ് ബില്ലാന്റെ തെലുഗു, ഒത്തിരി ഇതിന്റെ നാനടന്താൽ അതിന്റെ തെലുഗു ഉണ്ട്. അതാണ് പോക്രിന്റെ ബില്ല. നമുക്കപ്പോ ഡാഡി മമ്മി പാടാം. ഡാഡി മമ്മിയിൽ നമുക്ക് ചരണത്തിൽ നിന്ന് തുടങ്ങുന്നത്. ഓക്കെ. ഡാഡി മമ്മിയുടെ പാടുന്നതായിട്ട് ഓർമ്മയിലുള്ള ഒരു മെമ്മറി എന്താ? ഡാഡി മമ്മിന്റെ വന്നിട്ട് ഒന്ന് ലൈക്ക് ഫീമെയിൽ ആര് പാടിയത് അറിയാലോ? മമത മോഹൻദാസ്. യെസ്. ലൈക്ക് ആസ് എ ആക്ടർ ലൈക്ക് നമ്മള് ഒട്ടും പ്രതീക്ഷിക്കത്തില്ല അത്ര ഇതായിട്ട് പാടുന്നത്. പക്ഷെ ഞാനും മമത മോഹൻദാസും വേറെ കന്നഡ സോങ്സ് ഒക്കെ പാടിയിട്ടുണ്ട്. സോ ഈ പാട്ട് വന്നിട്ട് ദേവിശ്രീനെ ഞാൻ ഓൾറെഡി ഫസ്റ്റ് പാടിയത് ദേവിശ്രീനാണ് കേട്ടോ. ഹിറ്റ് പറയുന്നത് ആക്ച്വലി നോക്കിയാൽ ദേവിശ്രീന്റെ സോങ് ആണ്. കോഴി വടക്കോഴി എന്നെ കൊത്തി തിങ്കിര പടുവാവി, ആ പാട്ടാണ് ഞാൻ ആദ്യം ദേവിശ്രീനെ പാടിയത്. ഓക്കെ.